നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് രാജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു ടൈറ്റിലിൻ്റെ അടിയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം, അതൊരു ഫെയ്ത്ത് ബിലീഫ് അല്ല, ട്രസ്റ്റ്. ഇതൊന്നും രണ്ടും വ്യത്യസ്തമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഫെയ്ത്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഫെയ്ത്ത് നമ്മുടെ ഫൗണ്ടേഷനാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫെയ്ത്തിലേക്ക് നമ്മൾ ഉയരുകയാണ് ചെയ്യുക. ഫെയ്ത്തിനെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഫെയ്ത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ഫെയ്ത്ത് ഉണ്ടാക്കുക? നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആ യഥാർത്ഥമായിട്ടുള്ള ആ വ്യക്തിത്വത്തിലേക്ക് ഉയരാൻ സാധിക്കും എന്നുള്ള ആ വിശ്വാസം, അതാണ് യഥാർത്ഥത്തിലുള്ള ഫെയ്ത്ത്. അപ്പം അങ്ങനെ ഞാൻ ശ്രമിക്കുമ്പോൾ, നിരന്തരമായിട്ട് ഞാൻ സ്വയം ഈ തരത്തിൽ നന്നാവാൻ ശ്രമിക്കുമ്പോൾ, മനസ്സിനെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ എനിക്കതിന് വേണ്ട സഹായങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നതും ഫെയ്ത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ എല്ലാവരും പൊതുവായിട്ടുള്ള ചിന്ത, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് പലപ്പോഴും കേൾക്കാറുണ്ട്. ഞാൻ എത്രയൊക്കെ പ്രവർത്തിച്ചു എന്നിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ലോട്ടറിയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് റുപ്യ ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്ന് വെച്ചാൽ ലോട്ടറി എടുക്കും. നല്ല കാലമാണ്, ലോട്ടറി എടുത്തോളൂ എന്ന് ജോത്സ്യനും പറയും. പക്ഷെ ലോട്ടറി കിട്ടില്ല. അപ്പോൾ നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നത്, ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്ന സമ്പത്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈശ്വരാനുഗ്രഹമുള്ള ആൾക്കാർ സാമ്പത്തികമായിട്ട് ഉയരും, സുഖ സൗകര്യങ്ങളോടെ ജീവിക്കും.
ബിസിനസ് തഴച്ച് വളരും. ഈ തരത്തിൽ ആണ് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസം മാറ്റും. ഒരു ക്ഷേത്രത്തിൽ തൊഴുന്ന ആൾ വേറൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാണാം. കുടുംബത്തിലൊരു ദേവത, പിന്നെ വേറൊരു പരദേവത, പിന്നെ ഒരു കുടുംബക്ഷേത്രം, അതുകൂടാണ്ട് ഇഷ്ടദേവത വേറെ. ഇതൊന്നും അല്ലാതെ പിന്നെയും വേറെ വേറെ സ്ഥലങ്ങളിൽ പോകുന്നു. ഈശ്വരൻ എവിടേക്കോ ഉണ്ട് എന്നുള്ള ചിന്ത. എനിക്ക് അവിടെയാണ് വിശ്വാസം, എനിക്ക് ഈ ഈശ്വരനിലാണ് വിശ്വാസം, എനിക്ക് ഈ ദേവിയിലാണ് വിശ്വാസം, ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാം. അതെല്ലാ മതങ്ങളിലും ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മളുടെ ഉള്ളിലുള്ള ആ എസൻസിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അവിടെ നിന്ന് നമുക്ക് എല്ലാ ശക്തിയും ഇതുവരെ ലഭിച്ചിട്ടില്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം നമുക്കറിയില്ല. ജനിച്ചത് മുതൽ ഇതുവരെ നമ്മുടെ ശരീരം വളർത്താനും നമ്മൾ ഭക്ഷണം ദഹിപ്പിക്കാനും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനും അതെല്ലാം മനസ്സിലാക്കാനും എല്ലാത്തിനും നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ എല്ലാം സഹായിക്കുന്നത് ആ ഉള്ളിലുള്ള ആ പ്രസൻസാണ്, ജീവനാണ്. നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും നമ്മുടെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ലൈഫ്, അതില്ലെങ്കിൽ പിന്നെ വേറൊന്നിനും എക്സിസ്റ്റൻസ് ഇല്ല. നമ്മൾ പൂജിക്കുന്ന പല വിധത്തിലുള്ള ദേവീദേവന്മാർക്കും ശക്തി ഇല്ലാതെയാവും. ഞാൻ വേണ്ടേ, എൻ്റെ ലൈഫ് ഫോഴ്സ്. അപ്പോൾ അതിനോട് നമ്മൾ എപ്പോഴെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിലല്ലേ നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടത്. ഇത്രയും കാലം എൻ്റെ കൂടെ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ ഇരുന്നിട്ട് കൂടിയും കൂടെ നടക്കുന്ന ആ പ്രസൻസ്. ഭാഗവതത്തിൽ പുരഞ്ജനാഖ്യാനം എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, വായിക്കേണ്ടതാണ്. പുരഞ്ജനൻ എന്നുള്ള രാജാവിൻ്റെ കഥ, എങ്ങനെയാണ് അദ്ദേഹം വഴിതെറ്റി പോകുന്നത്. അവസാനം ഈ പ്രസൻസ് എപ്പോഴുമുള്ള ഫ്രണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു വ്യക്തിയുടെ ഒരുപോലെ പ്രത്യക്ഷമാണ്. അതൊരു ഉദാഹരണമായിട്ട് കൊടുക്കുകയാണ്, ഒരു സിംബോളിസം. അപ്പോൾ നമ്മൾ ശരിക്കും വിശ്വസിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ആ എസൻസിനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വിശ്വാസം വളർത്തിയെടുക്കുക? അത് സ്പിരിച്വൽ പ്രാക്ടീസിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ ആദ്യം തന്നെ കമ്പാരിസൺസ് നിർത്തണം എന്നാണ് സഹജമാർഗത്തിലെ മാസ്റ്ററായിട്ടുള്ള ചാരുജി മഹാരാജ് പറഞ്ഞത്. ഡോണ്ട് കമ്പയർ. അവർ കൂടുതൽ നന്നായി, അത് അവരുടെ വഴി. പാന ഇത്രയും ശക്തി കാണിക്കുന്നു വെച്ചിട്ട് അണ്ണാർക്കുട്ടൻ കിടന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. പിന്നെ അണ്ണാർക്കുട്ടൻ്റെ ജീവിതമാണ്, ആനയ്ക്ക് ആനയുടെ ജീവിതമാണ്. അവരൊന്നും കോമ്പീറ്റ് ചെയ്യുന്നില്ല. മനുഷ്യനാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. മനുഷ്യന് വലിയ ഗായകനാവണം, വലിയ കളിക്കാരനാവണം, ഏറ്റവും സുന്ദരനായിട്ടുള്ള ആളെപ്പോലെ സുന്ദരനാവണം, എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരാളാവണം. അതുപോലെ അങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ വിവാഹം ചെയ്യണം. ഈ തരത്തിലുള്ള ചിന്താഗതിയാണ്. ഇതിൽ ഏതെങ്കിലും പോരായ്മ വരികയാണെങ്കിൽ നമ്മൾ സന്തോഷത്തിൽ പിന്നെ കംപ്ലൈൻ്റായി. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ നിരീക്ഷിക്കുക, നമ്മുടെ ഉള്ളിലുള്ള മാറ്റത്തെ നിരീക്ഷിക്കുക. ശരീരത്തിൻ്റെ അല്ലെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയല്ല, അതിനൊക്കെ പരിമിതികളുണ്ട്. ശരീരം വളരുകയാണെങ്കിൽ അതിനൊരു ലിമിറ്റുണ്ട്. എത്ര വലുതായാലും അവിടെ നിൽക്കും അത്. അതുപോലെ ബുദ്ധിശക്തി എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. നമുക്ക് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിലൂടെ പഠിക്കുന്നതിലൂടെ നമ്മുടെ അറിവ് ഡെവലപ്പ് ചെയ്യാം, നമ്മുടെ ബ്രെയിൻ സെൽസിനെ കൂടുതൽ ന്യൂറോപ്ലാസ്റ്റിസിലൂടെ ഡെവലപ്പ് ചെയ്യാം, കഴിവുകളെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ആൽബർട്ട് ഐൻസ്റ്റീൻ ആവാൻ പറ്റില്ല. പക്ഷേ ആധ്യാത്മിക തലത്തിൽ മനസ്സിനെ ഉയർത്തുക എന്നുള്ള തലത്തിൽ കൂടുതൽ ബെറ്റർ ആവുക എന്നുള്ള തലത്തിൽ എല്ലാവർക്കും ഒരുപോലെയാണ്, അനന്ത സാധ്യതകളാണ്. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസിലൂടെ നമ്മൾ ഇന്നലെ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെ ഇന്ന് കൂടുതൽ നന്നായി അഭിമുഖീകരിക്കാൻ സാധിക്കുന്നു. കൂടുതൽ ബാലൻസ്ഡായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. എനിക്ക് ദേഷ്യം കുറയുന്നു, എൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഫീലിങ്സ് കുറയുന്നു. എപ്പോഴും എനിക്ക് ഹാപ്പിയായിട്ട് ജോയ്ഫുള്ളായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു, സെറ്റിൽഡായിട്ടിരിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസം വരും. ശരിക്കും നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല ഫലങ്ങൾ ലഭിക്കും എന്നുള്ള വിശ്വാസം. അവിടെയാണ് സാധന. പിന്നെ എഴുതി വയ്ക്കുക, ഡയറി റൈറ്റിംഗ്. നമ്മൾ നമ്മുടെ മാറ്റങ്ങളെ നിരീക്ഷിക്കുക, എഴുതുക. അപ്പം നമ്മുടെ മാറ്റങ്ങൾ നമ്മൾ നിരീക്ഷിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും നല്ലതായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നാവും. അതിനുള്ള എല്ലാ വിധത്തിലുള്ള ഹെൽപ്പും വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് വഴി തെറ്റാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതുകൂടിയും കറക്റ്റ് ചെയ്യപ്പെടുന്നു. ഒരിക്കലും ആ വഴിക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഉടനെ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടും. അത് നമ്മൾ നേർവഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധിജി സത്യാഗ്രഹത്തെ ഒരു ഗംഗ പോലെയാണ് ഭൂമിച്ചത്. അപ്പോൾ ഗംഗയിലേക്ക് പല ട്രിബ്യൂട്ടറീസും വന്നു ചേരും. പക്ഷേ ഗംഗ ഒരിക്കലും ആ ട്രിബ്യൂട്ടറീസിൻ്റെ പുറകെ പോവില്ല. ഗംഗയുടെ ഒഴുക്കാണ്. അവർ നമ്മൾ നമ്മുടെ പാതയിലൂടെ സ്ട്രെയിറ്റായിട്ട് പോകുമ്പോൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും, മെൻ്റലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സ്നേഹം,
കൊടുക്കാൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, കമ്പാഷനേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണും. യൂണിവേഴ്സ് മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ കോൺസ്പയർ ചെയ്യും. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എവിടെയെങ്കിലും നമുക്ക് കറക്ഷൻ വേണ്ടി വരികയാണെങ്കിൽ ഉടനെ തന്നെ അതിന് കറക്റ്റീവ് ഫാക്ടേഴ്സ് വരുന്നു. നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ പോയത് ശരിയായില്ല, അത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. വിശ്വാസം മലകളെ നീക്കം ചെയ്യുന്നതാണ്. ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടൻസ് എന്ന് പറയും. എന്താണ് ഈ മലകൾ? നമ്മളൊരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതത്തിനെ മാറ്റാം. അതല്ല, എൻ്റെ ഉള്ളിലുള്ള ഈ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എന്നെ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന, സെപ്പറേഷൻ ഉണ്ടാക്കുന്ന, സ്വാർത്ഥത ഉണ്ടാക്കുന്ന ചിന്തകൾ, അതാണ് എൻ്റെ ഉള്ളിൽ മലകൾ. അതെല്ലാം നീക്കം ചെയ്ത് എനിക്ക് നേർവഴി കൂടെ പോകാൻ സാധിക്കും വിശ്വാസം എന്നുള്ള ഈ ഘടകമുണ്ടെങ്കിൽ. വിശ്വാസം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാണ്ട് വിൽ പവർ, ആ വഴിക്കേ ഞാൻ സഞ്ചരിക്കുള്ളൂ എന്നുള്ള വില്ല് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഞാൻ ആ വഴി സ്വീകരിക്കും എന്നുള്ള ഇച്ഛാശക്തി. ക്രമേണ ഇച്ഛാശക്തി വളരുന്നതാണ്. വിശ്വാസം ഡെവലപ്പ് ചെയ്യും തോറും നമുക്ക് ഇച്ഛാശക്തി വളരുന്നതാണ്. നമ്മൾ പറയുന്നതും ചിന്തിക്കുന്ന കാര്യങ്ങളും അറിയാതെ തന്നെ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് മിറക്കിൾ എന്ന് പറയുന്നത്, അത്ഭുതം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഹയർ ലെവലിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിലും പ്രത്യക്ഷമാകുന്നു. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി പ്രപ്പോർഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. വലിയൊരു ടോപ്പിക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളതാണ് വിശ്വാസം. അതുപോലെ തന്നെ നമ്മൾക്ക് നേർവഴിക്ക് നയിക്കാനുള്ള വിൽ പവർ, ഇച്ഛാശക്തി. അപ്പോൾ അടുത്ത സെഷൻ വരയ്ക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.